ഞാൻ പറയായിരുന്നു, എനിക്ക് സിനിമയിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ മക്കളാണ്, ആൺപിള്ളേരാണ്. ഈ സിനിമയിലാണ് എനിക്കൊരു മോളെ കിട്ടിയത്. അതായത് സിനിമയിൽ മോള്, ബാക്കിയെല്ലാം ആൺപിള്ളേരാ കിട്ടിയിരിക്കുന്നത്. ഇതില് വേറൊരു രഹസ്യമായ ഇക്കം നടന്നിട്ടുണ്ട്. നമ്മളൊന്നും അറിയാതെ ഇവരൊരു ഐറ്റം സോങ് ഇവിടെ ഷൂട്ട് ചെയ്തു. വില്ലനാണല്ലോ എന്തായാലും. നല്ലവനായ ഒരു മനുഷ്യനാണ്. പക്ഷെ വൃത്തികേടാണ് ഇപ്പോഴത്തെ ഫാഷൻ. രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല, കാരണം ഒരുവിധം ഈ സിനിമയെക്കുറിച്ച് ഇവിടെ വന്നവരെല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ആക്ച്വലി എൻ്റെ സിനിമകളെല്ലാം ഇപ്പം ന്യൂജൻ ടീമിൻ്റെ കൂടെയാണ് കൂടുതലുള്ളത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അവരുടെ ഒരു വൈബ് കിട്ടുന്നുണ്ടാവാം, ഞാനും അവരിലൊരാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിൽക്കുന്ന 5 പേരും ഭാവിയിലെ സൂപ്പർ സ്റ്റാർസാണ്. സീരിയസ്ലി ഉഗ്രൻ ആക്ടേഴ്സാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറി ഒന്നും പറയില്ലായിരുന്നു, അവരെ വിഷമിപ്പിക്കണ്ടല്ലോ അല്ലെങ്കിൽ. പക്ഷെ ഇവർ 4 പേരും ഉഗ്രൻ ആക്ടേഴ്സാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ നോക്കിക്കണ്ട് ഇവിടെ കാണുന്ന പിള്ളേരെയല്ല, അവിടെ ഞാൻ സ്ട്രിക്റ്റ് ആണ്, സംഭവം ശരിയാണ്, അവിടെ ഇതാണ്. പക്ഷേ ഒരു ജെല്ലായിരുന്നു, നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയായിരുന്നു, എനിക്ക് സിനിമയിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ മക്കളാണ്, ആൺപിള്ളേരാണ്. ഈ സിനിമയിലാണ് എനിക്കൊരു മോളെ കിട്ടിയത്. അതായത് സിനിമയിൽ മോള്, ബാക്കിയെല്ലാം ആൺപിള്ളേരാ കിട്ടിയിരിക്കുന്നത്. നമ്മള് ഫാലിമയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 2 ആൺകുട്ടികളാണ്. ഹോം എടുത്തു നോക്കുകയാണെങ്കിൽ 2 കറക്റ്റ് ആണ് ചേച്ചി, ബോയ് ഹോം ആണ് എല്ലാം. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയില് നിവിനായിരുന്നു, അതിലൊരു മോളുണ്ട്, പക്ഷെ അവർക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്, നിവിനായിരുന്നു. അപ്പം ഇതിലാണ് എനിക്ക് മോള് ഇതായിട്ട് കിട്ടിയത്. പിന്നെ ഈ പിള്ളേരും ക്രൂവിൻ്റെ മൊത്തത്തിൽ ഞാനൊരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇതായിരുന്നു, സെറ്റായിരുന്നു. അടിനാശം വെള്ളപ്പൊക്കം, രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്ക് അവിടെ കാണാൻ പറ്റി. ടീം, നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടീം. ഡയറക്ഷൻ സൈഡ് ഷഹദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഷഹദ് 2 സിനിമ ഡയറക്റ്റ് ചെയ്തല്ലേ? 2 സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഷഹദ്. ഇവിടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഷഹദിൻ്റെ മനസ്സ് നമ്മൾ കാണണം. 2 സിനിമ ചെയ്ത ആൾക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ ഡയറക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാതറിങ്. അപ്പോൾ അത് ഷഹദിൻ്റെ മനസ്സാണ്. ഹോൾ ക്രൂ, അസോസിയേറ്റ്സ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇവിടെയുള്ള ടെക്നിക്കൽ സൈഡ്, ഐ മീൻ മ്യൂസിക്കൽ സൈഡൊന്നും എനിക്ക് പേഴ്സണലി ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? പരിചയപ്പെട്ടില്ല. നമ്മുടെ ക്യാമറമാൻ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഷൈൻ മാഫിയ. ഓക്കെ, എനിക്കിതിലെ ആകെയുള്ള സന്തോഷം എന്താണെന്നറിയോ? മെയിൻ സന്തോഷം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനെ ഒന്ന് കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഇപ്പം നേരത്തെ മഞ്ജു ചേച്ചി പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ വൈബിനൊത്ത് വളരെയധികം ജെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചേച്ചിന്ന്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഉള്ള ജനറേഷൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെ അവരെക്കാൾ മേ ബി ഒരു പടി മുകളിൽ അവരുടെ എനർജി മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് അശോകൻ സർ. സർ ഇവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ഞാൻ വേദിയിലേക്ക് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് സ്വാഗതം ചെയ്യാണ്. സർ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ വർഗീസ് നിന്നെ വിട്ടുപോയല്ലോ കേട്ടോ, എല്ലാവരും നിന്നെ പുകഴ്ത്തി. അപ്പം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ടല്ലോ, അറിയില്ല. വർഗീസ് നല്ലൊരു കുഞ്ഞാവൻ.
അതിനപ്പുറത്തെ നല്ല നല്ല മോനാട്ടോ അവൻ, നല്ല കുഞ്ഞവൻ. മഞ്ജു എനിക്ക് അത്ര പറയാൻ പറ്റുള്ളൂ. വർഗീസ് ഏട്ടന് എവിടെയോ ബേസിൽ ജോസഫിന്റെ ഒരു ഉണ്ട്. അതേപോലെ ഒരു ഹിറ്റ് മേക്കർ ഇനിയും തുടർന്നാകട്ടെ എന്ന് ഞാൻ വർഗീസ് ഏട്ടനെ ആശംസിക്കുന്നു. യെസ്, അശോകൻ സർ ഇസ് ഹിയർ. സർ, ഞാൻ ആക്ച്വലി ഇവിടുത്തെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നോട് പറഞ്ഞു, ഒരു പ്രിൻസിപ്പളിന്റെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പളിന്റെ ഇത്തിരി അലമ്പനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടാണ് അശോകൻ സർ ഇതിനകത്ത് എത്തുന്നത്. ചൊറിയൻ ഹസ്ബൻഡ് ആയിട്ടാണ് എത്തുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ തലവര കാണുകയാണെങ്കിലും തലവരക്കകത്തും ആ വളരെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്ന ഒരു അമ്മയുടെ ഒരു അലസനായിട്ടുള്ള എന്നാൽ മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു അച്ഛനായിട്ടാണ് നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുമ്പുള്ള സിനിമകളിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ഒരു കോമഡി സിനിമ വരുമ്പോൾ അശോകൻ സാർ അതിനകത്ത് ഉണ്ട് എന്ന് അറിയുന്നത് നമുക്ക് പ്രേക്ഷകർക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാൻസിന് ഒരു പ്രോമിസ് ആണ്. സാർ പ്ലീസ് നമ്മുടെ ഓഡിയൻസിന് അടുത്ത് 2 വാക്ക് അബൌട്ട് ദ ഫിലിം. ഒന്ന് മുന്നോട്ട് കയറി നിന്ന് സംസാരിച്ചു സാർ. ചൊറിയനല്ല കേട്ടോ, ഈ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവമല്ലേ പറഞ്ഞത്. അതെ, ക്യാരക്ടറിന്റെ സ്വഭാവം, അതാണ് ഞാൻ പറഞ്ഞത്. ക്യാരക്ടർ സ്കെച്ച് ഇൻ ദ ഫിലിം ചോദിച്ചപ്പോ മഹാവൃത്തികെട്ട ഒരു ക്യാരക്ടറാണ്. ആദ്യം തന്നെ അത് പറയണമല്ലോ. മൊത്തത്തിൽ ഒരു കുഴപ്പക്കാരൻ, കുശുംബൻ, അല്പൻ, അഹങ്കാരി, കോംപ്ലക്സ് എല്ലാം ഉള്ളൊരു ക്യാരക്ടറാണ്. ഭാര്യ പ്രിൻസിപ്പലാണ്. എൻ്റെ അച്ഛന് എനിക്ക് തരേണ്ട സ്വത്ത്, കോളേജും മറ്റ് സ്വത്തുക്കളില്ല. അത് ഈ പെണ്ണുമ്പിള്ളക്ക് എഴുതി കൊടുത്തു മരുമോക്ക്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ കോംപ്ലക്സാണ് മാക്സിമം. എന്തെല്ലാം ഒരു പരിപാടി കോളേജിൽ ഉണ്ടെങ്കിൽ അത് പരമാവധി കയറി ഇടപെട്ട്, കാരണം ഇതിനകത്തുള്ള ഒരു ആളും കൂടെ ഞാൻ അല്ലേ, ഇതിനകത്ത് മെമ്പറല്ലേ, അതിനകത്ത് ബോർഡ് മെമ്പറാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്യണമല്ലോ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചൊരു കാരണം എടുത്തിട്ട് എല്ലാ മീറ്റിങ്ങിലും കയറി കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി. അതാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് ഇച്ചിരിക്കെ തമാശ എന്ന് വേണമെങ്കിൽ പറയാം. ഇച്ചിരി കുഴപ്പക്കാരെന്ന് പറയും, വില്ലനല്ല, എന്നാലും അങ്ങനെ വില്ലത്തിനൊക്കെ കാണിക്കുന്നൊരു സംഭവം. ഇതാണ് എൻ്റെ ഒരു കഥാപാത്രം. ഇനി എന്താ ചോദിക്കാറുള്ളത്? ഇനി ഇല്ല, നമുക്ക് ക്യാരക്ടർ സ്കെച്ചാണ് അറിയേണ്ടത്. ഇപ്പോൾ അത്ര തന്നെ. അങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു കഥാപാത്രം, അത്രയേ ഉള്ളൂ. വാഴ, അതുപോലെ തന്നെ തലവര എന്ന സിനിമയിലൂടെയൊക്കെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ദ വെരി യങ് ടാലന്റ് ഇലക്ട്രോണിക് കിളി, അദ്ദേഹവും നമ്മുടെ മ്യൂസിക് ഡയറക്ഷന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളും ഉണ്ടാകും അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ ചിത്രത്തിൽ. സോ വി ഹാവ് ഇലക്ട്രോണിക് കിളി ഹിയർ ആസ് വെൽ ഓൺ ദ സ്റ്റേജ്. ഷൈൻചേട്ടൻ എന്താ പുറകിൽ നിൽക്കുന്നേ? കടന്നൂര് മുമ്പോട്ട് ഇതില് വേറൊരു രഹസ്യമായ നീക്കം നടന്നിട്ടുണ്ട്. നമ്മളൊന്നും അറിയാതെ ഇവരൊരു ഐറ്റം സോങ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതില് നമ്മുടെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൃത്തികെട്ടവന്മാര് അല്ലേ, ഞാൻ വന്നത് പറഞ്ഞില്ല, അവര് പോയത് പറഞ്ഞില്ല. സോങ് കണ്ടിരുന്നോ? ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വർഗീസ് അഭിനയിച്ചിട്ടുണ്ടോ അതിനകത്ത്? വർഗീസ് അഭിനയിച്ചിട്ടുള്ളൂ. നടനും കൂടെയാണ് അല്ലേ? നടൻ എന്താന്ന് എനിക്കറിയില്ല. ഇവര് പെൺകുട്ടീനെ കയറ്റില്ലാന്നല്ലേ പറഞ്ഞു. സ്ത്രീ വിഷയത്തിൽ ഇവര് അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഐറ്റം സോങ്ങിൽ അഭിനയിച്ചു കറക്റ്റായിട്ട്. അതും ആ പെൺകൊച്ചിനെ കൊണ്ടുവന്ന് ആ കുട്ടിക്കാലത്താണ് ഐറ്റം സോങ് ഷൂട്ട് ചെയ്യണത്, വെള്ളത്തിൽ. പറയണ്ട, പിന്നെ നമ്മൾ അത്രയും ദിവസം അവിടെ കിടന്നിട്ട് മറ്റ് സോങ്സിൽ അഭിനയിക്കാൻ താല്പര്യമില്ല. അതിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടർ അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പോൾ ജോൺ വിജയനെയാണ് കൂടുതൽ സീൻ അവന്. പിന്നെ ആകെ കൂടി സമാധാനം, ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എത്രത്തോളം കമ്പനി ആവാൻ പറ്റും നമുക്കറിയാലോ, അത്തിക്കും തിരക്കിലും പെട്ട് അല്ലേ. എന്താ ആളെത്ര കണ്ട് മനസ്സിലായിട്ടില്ല ആ കുട്ടീനെ. അല്ല, സിന്ധു എന്ന് പറയുന്നത് നല്ലൊരു ഡാൻസറാണ് അല്ലേ മീനാക്ഷി? സിന്ധുജ കണ്ട ആര് നല്ല ഡാൻസറാണോന്ന്? സിന്ധുജ എന്ന് പറഞ്ഞ കുട്ടി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഷൈൻ ചേട്ടന്റെ ഡാൻസ് നമ്മൾ കണ്ടില്ലേ? ഷൈൻ ചേട്ടൻ ഒരു കിടിലൻ ക്ലാസിക്കൽ ചിലങ്കൊക്കെ കെട്ടി ഇങ്ങനെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഷൈൻ ചേട്ടൻ എന്താ പുറകില് നിൽക്കുന്നത്? മുമ്പോട്ട് വരൂ, മുന്നിൽ വന്നിട്ട് സംസാരിക്കൂ. വാ, ഇങ്ങോട്ട് വാ. അല്ല, നമ്മളിതില് നായകനായിട്ടുള്ള ക്യാരക്ടർ അല്ല കേട്ടോ ശരിക്കും അല്ലേ, പറയണം. നായകൻ അല്ലെങ്കിൽ വില്ലനാണോ? വില്ലനാണല്ലോ എന്തായാലും.
അല്ല വൃത്തികെട്ടവനല്ല. വൃത്തികെട്ടവനൊന്നുമല്ല, വൃത്തികെട്ടവന നല്ലവനായ ഒരു മനുഷ്യനാണ്. ആ പക്ഷെ വൃത്തികേടാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതിലുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ വൃത്തികേടില്ലാത്തത് കൊണ്ടാണല്ലോ ഒരിക്കൽ അല്ലേ. വൃത്തികേടും നല്ലതും വേണം സമാസമം, അല്ലെങ്കിൽ ഭൂമിക്ക് എന്താ പറ്റുക, ബാലൻസിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ. സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ എല്ലാം. അതുകൊണ്ടാണല്ലോ മഹാബലിനെ ചോട്ടി താഴ്ത്തിയത്. അതെ, പോയിന്റ്. ഹാപ്പി ഓണം. ഓണം ഉണ്ടായോ, നന്മ മാത്രം ഉണ്ടായാൽ പോരാ ഭൂമിയിൽ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാരും വേദിയിൽ ആയെങ്കിൽ ഷൈൻ ചേട്ടൻ എനിക്ക് അത് വെച്ചെന്ന് കണ്ടത്. മ്യൂസിക് ദ പ്ലേ. നോ പ്ലേ ദ മ്യൂസിക് എന്നാണ് പറയേണ്ടത്. ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യോ. ആശാന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി എനിക്ക് തന്നു, താങ്ക് യു സോ മച്ച്. എന്നാൽ ഇത് വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് തന്നതെന്നല്ലേ. അല്ലെങ്കിൽ ഞാൻ തരും. ഓക്കെ, പ്ലേ ദ മ്യൂസിക്. നല്ല പാട്ടല്ലേ, നമ്മുടെ ഇലക്ട്രോണിക് കിളിയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ കൈയ്യടി നമുക്ക് കൊടുക്കാം. നമുക്ക് ഐറ്റം സോങ് കാണാൻ പറ്റും. ഐറ്റം സോങ് ഓൾറെഡി റിലീസ് ചെയ്തല്ലേ, ഇത് നമ്മൾ ലിറിക്കൽ വീഡിയോ മാത്രമേ ഉള്ളൂ. ഫുള്ളായിട്ട് കാണണമെങ്കിൽ തിയേറ്ററിൽ വരില്ല ചേട്ടാ. ഓക്കെ, നമ്മുടെ പ്രൊഡ്യൂസർ സർ മനോജ് സർ എന്താണ് മാറിയത്? സർ ഒന്ന് മിഡിലേക്ക് വരണം. സൂര്യഭാരതി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അവരുടെ ആദ്യത്തെ സിനിമയാണ് അടിനാശം. ആൻഡ് അല്ലേ, സൂര്യഭാരതി പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം. ഈ വരുന്ന ഡിസംബറിൽ തിയേറ്റേഴ്സിൽ എത്തിച്ചേരുന്നതായിരിക്കും. സോ ഈ ഒരു ക്രിസ്മസ് നമുക്ക് ഇവരോടൊപ്പം അടിച്ചു പൊളിക്കാം. സോ വൺസ് അഗൈൻ പ്ലീസ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ അടിനാശം വെള്ളപ്പൊക്കം. എല്ലാവരും ചേർന്ന് ഒരു വലിയ കൈഡി. ദി എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഇസ് ഹിയർ ഓൺ ദ
സ്റ്റേജ്. ഇവരുടെ എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിരിക്കും ഈ ക്രിസ്മസ് കാലം നമുക്ക് ഒരു ഇരട്ടി മധുരമായിട്ട് അടിനാശം വെള്ളപ്പൊക്കം തിയേറ്റേഴ്സിലേക്ക് വരുന്നത്. ആൻഡ് എല്ലാവരെയും ഞാൻ പ്രിൻസസ് ഹാൻസം ഞാൻ നോ പറയുന്നില്ല. ഇനി നമുക്ക് എന്താണ് അതെന്റെ അല്ല, സ്വർണ്ണമല്ല, ഇറ്റ്സ് വെള്ളി. ഓക്കെ, സോ ഇനി നമുക്ക് വി ഹാവ് എ ഫ്യൂ മൊമെന്റോസ് ടു ബി ഗിവൻ. എന്തൊരു കാശുരൂപം പോലെ. ഡാൻസ് കളിക്കണ്ടേ? കണ്ടു മതിയല്ലോ. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ അങ്ങനെ ഈ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഐറ്റം സോങ് ഞാൻ പറഞ്ഞല്ലോ ഇനി തിയേറ്ററിലാണുള്ളതെന്ന്. സോ എല്ലാവരെയും ഞാൻ അത് യൂട്യൂബിൽ അപ്പം എല്ലാവരെയും ഞാൻ ഓഡിയൻസിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്കിനി കുറച്ച് മൊമെന്റോസും കൂടെ നൽകേണ്ടതായിട്ടുണ്ട്. സർ, താങ്ക് യു സോ മച്ച്.